കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരു അടുക്കളത്തോട്ടമുണ്ടെങ്കിൽ ഓരോ മാസവും ഏതെല്ലാം വിളകൾ കൃഷി ചെയ്താലാണ് കൂടുതൽ വിളവ് ലഭിക്കുക എന്ന ഒരു ഏകദേശ അറിവ് നമുക്ക് ഉണ്ടാകേണ്ടത് നല്ലതാണ്. അതേപോലെ തന്നെയാണ് ഓരോ വിളകൾക്കും ആവശ്യമായ വളപ്രയോഗ രീതിയും പരിപാലന രീതിയും കൂടി അറിഞ്ഞിരുന്നാൽ വലിയ കീടശല്യമൊന്നുമില്ലാതെ കായ്ഫലം നമുക്ക് ലഭിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കണി വെള്ളരി നട്ടു വളർത്തുന്നതിനെ പറ്റിയാണ്. ഇപ്പോൾ ഫെബ്രുവരി ആദ്യ ആഴ്ച കഴിഞ്ഞു. വിഷു വരാനായിട്ട് ഇനി അധികം നാളൊന്നുമില്ല. ഇപ്പോൾ വെള്ളരിയുടെ വിത്തുകൾ നട്ടു കഴിഞ്ഞാൽ മാർച്ച് മാസം ആകുമ്പോഴേക്കും വിഷുവിന് കണി വെക്കാനുള്ള വെള്ളരി നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് തന്നെ വിളവെടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളരി കൃഷിയെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. വെള്ളരി കൃഷി ചെയ്യാനായിട്ട് താരതമ്യേന വളരെ ഈസിയാണ്. വെള്ളരി നട്ട് 45 ദിവസം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുക്കാവുന്നതാണ്. നല്ല ഇനം വിത്തുകൾ പാകിയോ അതല്ലെങ്കിൽ നഴ്സറികളിൽ നിന്നും നല്ല ഇനം തൈകൾ വാങ്ങിയോ ഒക്കെ വെള്ളരി നട്ടുപിടിപ്പിക്കാവുന്നതാണ്. വെള്ളരി വിത്തുകൾ പാകുന്നതിന് മുമ്പായിട്ട് സ്യൂഡോമോണസ് ലായനിയിൽ ഒന്ന് ഇട്ട് വെക്കുന്നതും കീടബാധ കുറയാൻ കാരണമാകും. വിത്തുകൾ പാകി തൈകൾ മാറ്റി നടുന്നതിന് മുമ്പായിട്ട് നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ മണ്ണ് കുമ്മായമിട്ട് വെയിൽ കൊള്ളിച്ച മണ്ണായിരിക്കണം. അതുപോലെ നടുന്ന സ്ഥലം നല്ല വെയിൽ ലഭിക്കും സ്ഥലമാവാനും ശ്രദ്ധിക്കണം. വിത്ത് മുളച്ചതിന് ശേഷം നല്ല കരുത്തുള്ള തൈകൾ മാത്രം മാറ്റി നടാൻ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. തൈകൾ നട്ട് ആദ്യത്തെ 10 ദിവസത്തിൽ വളമൊന്നും നൽകേണ്ടതില്ല. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും ചെറിയ ഒരു നന മാത്രമേ നൽകാൻ പാടുള്ളൂ. വെള്ളരി വർഗ്ഗ ചെടികളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗമാണ് ഇലമഞ്ഞളിപ്പ്. ചെടിയാകെ വളർച്ച മുരടിച്ച് ഉണങ്ങിപ്പോകുന്ന അവസ്ഥയാണിത്. വെള്ളരി, കുക്കുംബർ, കുമ്പളം, മത്തൻ തുടങ്ങിയ ചെടികൾക്ക് ബാധിക്കുന്ന ഒരു കീടശല്യമാണ് ഇലമഞ്ഞളിപ്പ്. വെള്ളരി വർഗ്ഗ ചെടികൾ കൃഷി ചെയ്തവർക്കൊക്കെ ഈ ഒരു ഇലമഞ്ഞളിപ്പ് രോഗം പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മണ്ണ് കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്യണമെന്നത് നിർബന്ധമാണ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, രോഗം വരാതിരിക്കാനായി ചെയ്യാനുള്ളത്, വേപ്പെണ്ണ സോപ്പ് ലായനി തയ്യാറാക്കി ആഴ്ച തോറും ചെടികളിൽ നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നാണ്. രോഗം വരുന്നവരെ കാത്തു നിൽക്കാതെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇലമഞ്ഞളിപ്പ് രോഗം പോലെ തന്നെ വെള്ളരി വർഗ്ഗ ചെടികളിൽ കണ്ടുവരുന്ന മറ്റൊരു രോഗമാണ് ഇലകളിൽ വെളുത്ത പൊടി പോലെ കാണപ്പെടുക എന്നത്. ഈ കീടശല്യം വഴുതിനയുടെ ഇലയിലും പതിവായി കാണാറുണ്ട്. ഈ കാണുന്ന വഴുതിനയുടെ ഇലകൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം പച്ചപ്പ് കുറഞ്ഞ് ഒരു പൊടി പിടിച്ച പോലെ കാണപ്പെടുന്നത്. ഇത്തരം രോഗങ്ങളൊക്കെ നമ്മുടെ ചെടിയെ ഉണക്കിക്കളയാനുള്ള കാരണങ്ങളാണ്. ഈ രോഗം കാണുമ്പോൾ തന്നെ വെറ്റബിൾ സൾഫർ 2 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടികൾ തളിച്ചു കൊടുക്കുന്നത് മൂലം കീടശല്യത്തിന് നല്ല നിയന്ത്രണം ലഭിക്കും. അതേപോലെ തന്നെ വെള്ളരി ഉണ്ടായി തുടങ്ങിയാൽ കായ്ച്ചയുടെ ശല്യം ഉണ്ടാവാറുണ്ട്. അതിന് പരിഹാരമായി വെള്ളരിയിൽ കായ ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ കവർ കൊണ്ടോ പ്ലാസ്റ്റിക് പേപ്പർ കൊണ്ടോ മറ്റോ പൊതിഞ്ഞു കൊടുത്താൽ മതി. അതോടൊപ്പം യെല്ലോ ട്രാപ്പ് മഞ്ഞക്കണി തയ്യാറാക്കി കൃഷിയിടത്തിൽ പലയിടത്തായി നാട്ടിയിട്ടാൽ കുറേ കായ്ച്ചകളൊക്കെ അതിൽ പറ്റിപ്പിടിച്ച് നശിച്ചു പോകും. വെള്ളരി കൃഷിയുടെ ആദ്യഘട്ടത്തിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലും പൂവിട്ട് തുടങ്ങിയാൽ ദിവസവും നനച്ചു കൊടുക്കണം. അതേപോലെ തന്നെ വേര് ചീയലും കുമിൾ രോഗങ്ങളും ഒന്നും വരാതിരിക്കാനായി മുൻകരുതൽ എന്ന നിലക്ക് സ്യൂഡോമോണസ് 1 സ്പൂൺ അളവിലെടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടിയുടെ തണ്ടിൽ മുട്ടാത്ത വിധം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. വെള്ളരി ചെടികളിൽ വള്ളി വരുന്നതോടൊപ്പം തന്നെ നിറയെ പൂക്കൾ വിരിയാൻ തുടങ്ങും. ആദ്യം വിരിയുന്ന പൂക്കൾ മിക്കവാറും ആൺപൂക്കളായിരിക്കും. പൂവിട്ട് തുടങ്ങുന്നതോടുകൂടി 2 ആഴ്ച കൂടുമ്പോൾ ജൈവവളമോ ജൈവ സ്ലറിയോ ഒഴിച്ചു കൊടുക്കണം. വളം നൽകുമ്പോഴും തണ്ടിൽ നിന്നും സ്വല്പം മാറി വേണം ഒഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ വെള്ളരി വിത്തുകൾ പാകിയതോടുകൂടി തന്നെ പാലക്ക് ചീരയും ചുവപ്പ് ചീരയും മല്ലിയും ഒക്കെ പാകിയിരുന്നു. അതൊക്കെ ചെറുതായി മുളച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ട്. വെള്ളരി മുളച്ചു വരാനായിട്ട് 1-2 ദിവസം കൂടി എടുക്കും. ഈ കാണുന്നത് ചോളത്തിൻ്റെ തൈകളാണ്. ഇതും ഞാൻ വിത്ത് പാകി മുളപ്പിച്ചത് തന്നെയാണ്. നല്ല കരുത്തായി തന്നെ ഇപ്പോൾ ഇത് വളർന്നു വരുന്നുണ്ട്. ഒരു ചെറിയ അടുക്കളത്തോട്ടമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് നിത്യവും ആവശ്യമുള്ള ചെടികളെങ്കിലും നട്ടുപിടിപ്പിച്ചാൽ ശരിക്കും ഒരു മാനസികമായ സന്തോഷം ലഭിക്കുന്ന കാര്യമാണ്. എൻ്റെ കാബേജ് കൃഷി കൂടി കണ്ടില്ലേ, 6 തൈകളുണ്ട്. എല്ലാത്തിനും കാബേജ് വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ആഴ്ച കോളിഫ്ലവറും വിളവെടുത്തിരുന്നു. അപ്പോൾ വെള്ളരി കൃഷിക്ക് പറ്റിയ സമയമാണിപ്പോൾ. എല്ലാവരും മടി കൂടാതെ ചെറിയൊരു അടുക്കളത്തോട്ടം ഒരുക്കാൻ ശ്രമിക്കണം. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.